ഈശോയിലെ ക്രിസ്തു എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. ഈശോ നമുക്ക് നൽകിയിട്ടുള്ള വലിയ കൽപ്പനയാണ് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും സാധാരണ ഈ ടീച്ചർമാരൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചർമാരോട് പറയാറുണ്ട്, അതായത് കുട്ടികള് നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ പഠിക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. കുട്ടികളുമായിട്ടുള്ള ഒരു റാപ്പോ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾ എന്തു പറഞ്ഞാലും അവരത് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്റെ കൽപ്പന വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും തോന്നില്ല. അത് എത്ര ടഫായിട്ടുള്ള ഒരു കൽപ്പനയാണെങ്കിലും ഈശോയെ സ്നേഹിച്ചാൽ ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിക്കും, നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും എന്ന് പറയുകയാണ്. ഈശോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൽപ്പനയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം, അല്ലെ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൽപ്പനയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈഗോ കാരണം അല്ലെങ്കിൽ മറ്റ് പല വിധത്തിലുള്ള അഹങ്കാരങ്ങളൊക്കെ കാരണം ഈശോ നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്ക് പരസ്പരം സ്നേഹിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാം. ഈശോ പറയുകയാണ്, ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എന്നെ സ്നേഹിക്കുക, ഈശോയെ സ്നേഹിക്കുക. ഈശോയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് നൽകും. ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതുവഴി മറ്റുള്ളവരെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ടുള്ള ഒരു കൃപ ലഭിക്കാനായിട്ട് അത് ഇടയാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.